കൂടി ആ പയ്യൻ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട് മോളെ. വിജി ഇവിടെ തന്നെ ഉണ്ട് മോളെ. ദീപിക ഇപ്പൊ തന്നെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി എന്താണ് ഏതാണെന്നൊന്ന് സംസാരിച്ചാലോ? അയ്യോ അമ്മേ, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തൊന്നും പോയി പറയല്ലേ. അയ്യോ എന്തിനാ മോളെ അങ്ങനെയൊക്കെ പറയുന്നത്? രണ്ടുപേരും പരസ്പരം ഒന്ന് കണ്ടുമുട്ടി സംസാരിച്ച കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും എന്തിനു വേണ്ടിയാ ഞങ്ങള് പിരിഞ്ഞെന്ന് അവര് ചിന്തിക്കെങ്കിലും ചെയ്യില്ലേ? ഇല്ലമ്മേ, അതിനൊന്നും ഒരു സാധ്യതയില്ല. അങ്ങനെയൊന്നും നടക്കുമെന്ന് അമ്മ ഒരിക്കലും വിശ്വസിക്കരുത്. ഇന്ന് ഞാൻ വിക്രമിനെ കണ്ട സമയത്ത് വിജയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ എന്തുമാത്രം ദേഷ്യം എന്ന് അറിയോ അമ്മയ്ക്ക്? അവസാനം അവൻ ഒരുപാട് വയലന്റും ആയി. ഉറപ്പായിട്ടും രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കുന്നവരല്ലമ്മേ. വിജിക്ക് എന്തുമാത്രം ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. അതുപോലെ വിക്രമിന്റെ ദേഷ്യം എത്രയാണെന്നുള്ളത് ഞാനിപ്പോ നേരി കണ്ടതാമേ. അയ്യോ ഈ ഒരു സമയത്ത് അവര് രണ്ടുപേരും തമ്മിൽ നേരിട്ട് കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ ദേഷ്യം കാരണം അവന്റെ കണ്ണൊക്കെ ചുമന്ന് അവനൊരു ഭ്രാന്തനായിട്ടാ മാറുന്നേ. അതുപോലെ തന്നെ വിജയോട് പോയി സംസാരിച്ചാലും അവൾക്കും ഇഷ്ടപ്പെടില്ല. ഇത് കുറച്ച് പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതാ. പ്ലീസ് അമ്മേ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവര് തമ്മിൽ ഒരു കാരണവശാലും നേരിട്ട് കാണരുത്. ശരി മോളെ, ശ്രദ്ധിച്ചോളാം. രണ്ടുപേരും കാണാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ. അമ്മേ, എന്താ സംഭവിക്കുന്നെന്ന് എന്നെ ഒന്ന് വിളിച്ചു പറയണേ. ശരി മോളെ. മാഡത്തിന് ഒരു മോളെ ഉള്ളെങ്കിലും വളരെ നല്ല കഴിവുള്ള കുട്ടിയാ. നീയായിരുന്നു മോനെ അപ്പന്റെ മരുമകൻ. വിജയെ കല്യാണം കഴിച്ചത് നീയായിരുന്നോ? നീ ദൂരെ എവിടെയോ ആയിരുന്നു എന്നാ മോനെ ഞാൻ വിചാരിച്ചിരുന്നത്. ആ നീയാണോ? എന്റെ വിജി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിന് കാരണം നീയായിരുന്നോ മോനെ? ശരിടാ മോനെ, നീ പോയി ക്ലാസ്സിൽ കയറ്. ശരി അച്ഛാ. അല്ല, അച്ഛൻ എന്താ ഭയങ്കര ഡള്ളായിരിക്കുന്നത്? ഒന്നുമില്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പോയി ക്ലാസ്സിൽ കയറ്. ശരി അച്ഛാ, ടാറ്റാ, ബൈ. ബൈ. ശരി, ബൈ ഡ്യൂഡ്. ബൈ ബൈ. എന്നാ ശരി മാഡം, ഓൾ ദി ബെസ്റ്റ്. നീല, Thank you, ക്ലാസ് miss. പോട്ടെ ഞാൻ. ഓക്കെ. ഏയ് കവിൻ, ഏയ് എന്തുണ്ട് വിശേഷം? എടാ എടാ, നിന്നോടല്ലേ ചോദിച്ചേ? എന്തേലും പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ നന്നായിരിക്ക, ഒരു കുഴപ്പമില്ല. മതിയായോ? നീ എന്തിനാടാ എപ്പോഴെങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നേ? ചിരിച്ച സുന്ദരക്കുട്ടനല്ലേ? അത് മതിയോ? ഇങ്ങനെ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നല്ല ചിരിച്ച മുഖമായിട്ട് ഇങ്ങനെ ചിരിക്കണം. എനിക്ക് അതേപോലെ ചിരിക്കാറിയില്ല. എന്റെ മുഖം അങ്ങനെ. എന്തിനാ വിക്രം ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നീ ഒന്ന് റിലാക്സ് ആവ്. എങ്ങനെ റിലാക്സ് ആവാനാ നീ പറയുന്നത്? എന്റെ ക്ലാസ്മേറ്റ് ദീപിക എന്ന റോഡിൽ വെച്ച് കണ്ടപ്പോ അവൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കോ ഇല്ലയോ? അതൊക്കെ ശരി, കൂൾ. ടെൻഷൻ ആവരുതെന്ന് പറഞ്ഞപ്പോ വീണ്ടും നീ ടെൻഷൻ കൂട്ടുവാണല്ലോ. അതിനു മാത്രം വിജയലക്ഷ്മിയോട് നിനക്ക് എന്താ ദേഷ്യം? നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? നോക്ക് പ്രീതി, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാ വിജയലക്ഷ്മി മാത്രമാ. അവളെന്റെ ജീവിതം നശിപ്പിച്ചവളാ. അവളെ എന്റെ ജീവിതാവസാനം വരെ എന്റെ കൺമുമ്പിൽ കാണരുതെന്ന് വാശിയോടെ ജീവിക്കാൻ ഞാൻ. അതിനു മാത്രം അവൾ എന്താ ചെയ്തത്? അത് ആലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷനാവുക. അവള് ചെയ്തൊരു പ്രവൃത്തി കാരണം ഇനി ഒരിക്കലും അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തന്നെ. എന്റെ മോളെ കൊന്നവളാ അവള്. ആ കുഞ്ഞിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് ജീവിച്ചനെ അവള്.
ഓരോ നിമിഷവും ഞാൻ അവളെക്കുറിച്ച് ആലോചിച്ച് കരയാത്ത ദിവസങ്ങളില്ല. അവളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായത്. അയ്യോ, ഇവനെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ദൈവാനുഗ്രഹം കൊണ്ടാ എന്റെ കവിനെ ദൈവം എന്റെ അടുത്ത് എന്നെ കൊണ്ട് എത്തിച്ചത്. അല്ലെങ്കിൽ ഇവന്റെ ജീവിതം അവളെ നശിപ്പിക്കാമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ കവിനും വിജിയുടെ മോൻ തന്നെ. കവിൻ വിജിയുടെ മോനാണല്ലേ? ആ വിജി ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ കുഞ്ഞിനെ ഒരിക്കലും അവളെ കാണാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ ശരി. മതി പ്രീതി, ഇനി അവളെപ്പറ്റി സംസാരിക്കണ്ട. അവളെപ്പറ്റി ചിന്തിച്ചാലേ എന്റെ സമനില തെറ്റുന്ന പോലെ. ദയവ് ചെയ്ത് അവളെപ്പറ്റി ഇനി സംസാരിക്കില്ലേ.